ഹലോ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ എക്സാം ഇങ്ങനെ അടുത്തിരിക്കുകയാണല്ലേ. ഇനി ആകെ വിരലിൽ എണ്ണാവുന്ന ദിവസങ്ങളേ ഉള്ളൂ. 1, 2, 3 എന്ന് പറഞ്ഞിട്ട് പോവാണ്. മലയാളം പരീക്ഷയാണ് ആദ്യം. എല്ലാവർക്കും ടെൻഷൻ ഉണ്ടാവുമെന്ന് എനിക്കറിയാം. അപ്പോൾ യാതൊരുവിധ ടെൻഷൻ്റെ ആവശ്യമില്ല. നല്ല കൂളായിട്ട് പോയിട്ട് എല്ലാവരും എക്സാം എഴുതാം. കൃത്യമായിട്ട് നിങ്ങളുടെ ആരോഗ്യം നോക്കുക. ഇനിയുള്ള ദിവസങ്ങളിൽ പുറത്തുള്ള ഫുഡൊക്കെ ഒഴിവാക്കി, ചൂടാണ് നമുക്കറിയാം. അപ്പോൾ നന്നായിട്ട് വെള്ളമൊക്കെ കുടിച്ച് മാക്സിമം റെസ്റ്റ് എടുക്കുക, പഠിക്കുക. രാത്രി ഉറക്കം ഒഴിച്ചിരുന്നുള്ള പഠനം ഒഴിവാക്കുക. ടെൻഷൻ ഫ്രീ ആയിട്ട് വളരെ റിലാക്സ് ആയിട്ട് പഠിക്കാനിരിക്കുക. ഒന്നും പേടിക്കാനില്ല. A+ നമുക്ക് തന്നെയാണ്. അപ്പോൾ കൃത്യമായിട്ട് നമ്മൾ പഠിച്ചാൽ മതി. ഇപ്പോൾ മലയാളം പരീക്ഷ എങ്ങനെ എഴുതാം, എങ്ങനെ അതിനെ നോക്കിക്കാണാം എന്നുള്ളൊരു കാര്യമാണ് ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ അറിയുന്ന നിങ്ങളുടെ ക്ലാസ് ടീച്ചേഴ്സും അല്ലെങ്കിൽ ടീച്ചേഴ്സും ഒക്കെ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ തന്നെയാണ് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യാൻ പോകുന്നത്. എങ്കിൽ കൂടിയും മനസ്സിൽ എപ്പോഴും ഉണ്ടാവേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. എല്ലാവരും പറയാറുണ്ട് മലയാളം വളരെ എളുപ്പമാണ്, അല്ലെങ്കിൽ അതിലൊക്കെ പെട്ടെന്ന് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അങ്ങനെയൊന്നും അല്ല. നമ്മൾ കൃത്യമായി വായിച്ച് പഠിച്ച് മനസ്സിലാക്കി പോയി കൃത്യമായിട്ടുള്ള ഭാഷയിൽ നമ്മൾ മനോഹരമായിട്ട് നമുക്ക് എഴുതാൻ സാധിച്ചാൽ മാത്രമേ മലയാളത്തിൽ എന്ത് സംഭവിക്കുള്ളൂ, A+ നേടാൻ സാധിക്കുകയുള്ളൂ അല്ലേ. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, എക്സാമിന് പോകുന്നതിന് മുമ്പ് തന്നെ എല്ലാവരും കൃത്യമായിട്ട് പാഠപുസ്തകം വായിച്ചിരിക്കണം. അത് കൃത്യമായിട്ട് തന്നെ വായിച്ചിരിക്കണം. ഒരു പാഠഭാഗം പോലും മറ്റൊരാൾ പറഞ്ഞു തരും എന്നൊരു നിഗമനത്തിൽ നിങ്ങൾ ഒരിക്കലും എക്സാം ഹാളിലേക്ക് പോകരുത്. യൂട്യൂബുകളെ മാത്രം ആശ്രയിച്ചിട്ട് എക്സാം എഴുതാൻ പോകുന്ന കുറച്ച് ബിരുദന്മാരുണ്ട്. പക്ഷെ അവർക്ക് ഒരു കാര്യം മനസ്സിലാക്കുക, യൂട്യൂബ് ചാനലുകൾ എന്ന് പറയുന്നത്, ഇപ്പോൾ ഞാൻ അടക്കമുള്ള ഈ ചാനൽ എന്ന് പറയുന്നത് വെറും ഒരു റിവിഷൻ മെറ്റീരിയൽ മാത്രമാണ്. റിവിഷന് വേണ്ടി നിങ്ങൾ ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല. പക്ഷെ കൃത്യമായിട്ട് മലയാളം എക്സാമിന് പാഠപുസ്തകം വായിച്ചിരിക്കണം. അത് അമ്മ വായിച്ചു തരും, അല്ലെങ്കിൽ അച്ഛൻ വായിച്ചു തരും, അല്ലെങ്കിൽ കൂട്ടുകാരനോ വായിച്ചു തരും എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ നിൽക്കേണ്ട. സ്വന്തമായിട്ട് പുസ്തകം വായിക്കുക. പിന്നെ കഥയോ കവിതയോ ഒക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. കവിതയാണെങ്കിൽ കവിതയുടെ ഓരോ വരിയുടെ ആശയവും നിങ്ങൾക്ക് കൃത്യമായിട്ട് പറയാൻ കിട്ടുന്നുണ്ടെങ്കിൽ മാത്രം അടുത്ത പാഠഭാഗത്തിലേക്ക് പോവുക. അങ്ങനെ മനസ്സിലാക്കി വെച്ചിട്ട് വേണം നമ്മൾ കവിത പഠിക്കാനിരിക്കാൻ. അതുപോലെ തന്നെ മലയാളം എക്സാം എഴുതുന്ന സമയത്ത് നിങ്ങൾക്ക് പ്രധാനപ്പെട്ട ഒരു പരാതി എന്ന് പറയുന്നത് സമയമില്ല ടീച്ചർ എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ ആ സമയം നമ്മൾ എങ്ങനെ ഉണ്ടാക്കും, അത് നമ്മുടെ കയ്യിലാണ്. അപ്പോൾ എക്സാം തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് സമയം എന്തുണ്ട്, കൂൾ ഓഫ് ടൈം ഉണ്ട് അല്ലേ. ആ സമയത്ത് നമുക്ക് കൃത്യമായിട്ട് ആ സമയം നമ്മൾ യൂസ് ചെയ്യുക തന്നെ വേണം. കൃത്യമായിട്ട് ക്വസ്റ്റ്യൻസ് വായിച്ച് മനസ്സിലാക്കി ഏത് നമ്മൾ ആദ്യം എഴുതിയാൽ നമുക്ക് പെട്ടെന്ന് എഴുതാൻ പറ്റും, അല്ലെങ്കിൽ എത്രത്തോളം സ്പീഡിൽ എഴുതാൻ പറ്റും എന്നൊക്കെയുള്ള കാര്യങ്ങൾ, പിന്നെ എങ്ങനെ എഴുതാം, ഒരു ചോദ്യത്തിനെ എങ്ങനെ നമ്മൾ കൈകാര്യം ചെയ്യാം എന്നുള്ള കാര്യം, അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ഒരു പ്ലാനിങ് നമ്മൾ കൂൾ ഓഫ് ടൈമിൽ ഉണ്ടാക്കിയെടുക്കണം. അതിനനുസരിച്ച് വേണം നമ്മൾ ഉത്തരം എഴുതാൻ തയ്യാറാവേണ്ടത്. മലയാളത്തിൽ ഏതൊരു ചോദ്യത്തിന് ഉത്തരം എഴുതുന്ന സമയത്തും ആദ്യം ആ പാഠഭാഗം ഏതാണ്, അതിൻ്റെ എഴുത്തുകാരൻ ഏതാണ്, അത് ഏത് വിഭാഗത്തിൽ പെടുന്നു എന്നുള്ളത് കൃത്യമായിട്ട് സൂചിപ്പിച്ചിരിക്കണം. ഒരിക്കലും പാഠഭാഗവും എഴുത്തുകാരനും അല്ലെങ്കിൽ കഥയാണോ കവിതയാണോ എന്നൊക്കെ കൺഫ്യൂഷൻ നിങ്ങൾക്ക് വരില്ല. അതൊന്നും ഒരിക്കലും മാറിപ്പോവാതെ നിങ്ങൾ കൃത്യമായിട്ട് അത് പഠിച്ചു പോയിരിക്കണം. അത് കൃത്യമായിട്ട് തുടക്കത്തിൽ തന്നെ അത് സൂചിപ്പിക്കുകയും വേണം. പിന്നെ നിങ്ങളുടെ പേപ്പർ എന്ന് പറയുന്നത് വളരെ വൃത്തിയുള്ളതായിരിക്കണം. കാണുമ്പോൾ തന്നെ ടീച്ചേഴ്സിന് വായിച്ച് മാർക്കിടാൻ പാകത്തിൽ അത് നമുക്ക് തോന്നണം. ചില പേപ്പറുകൾ കണ്ടാൽ നമുക്കറിയാം വെട്ടിയും കുത്തിയും തിരുത്തിയും ഒക്കെ വൃത്തികേടായിട്ടുള്ള പേപ്പറുകളായിരിക്കും. അക്ഷരം തന്നെ വായിച്ചാൽ മനസ്സിലാവാത്ത അക്ഷരങ്ങളുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് വെട്ടാം തിരുത്താം എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷേ അത് ഒറ്റ വരിയിൽ, അല്ലാതെ ചിത്രം വരച്ച് വെച്ചിട്ടുള്ള രീതി നമുക്ക് അവിടെ ഒഴിവാക്കാം. കൃത്യമായിട്ട് ക്വസ്റ്റ്യൻ നമ്പർ ഇട്ടിരിക്കണം. പിന്നെയോ നല്ല നല്ല കോട്ട്സുകൾ നിങ്ങളുടെ എസ്സേയിലോ മറ്റുമൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് അണ്ടർലൈൻ ചെയ്തിട്ട് പോവുക. പിന്നെ എല്ലാവരും ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, മാർക്കിനനുസരിച്ച് നിങ്ങൾ ഉത്തരം എഴുതിയാലേ നിങ്ങൾക്ക് സമയം കിട്ടുള്ളൂ. നിങ്ങളിപ്പോൾ 2 മാർക്കിൻ്റെ ചോദ്യത്തിന് നിങ്ങൾ ഒരു പേജ് എഴുതി വെച്ചിട്ട് ഒരു കാര്യമില്ല. അതിൽ പറയുന്നുണ്ട്, കൃത്യമായിട്ടും ക്വസ്റ്റ്യൻ പേപ്പറിൽ പറയാറുണ്ട്, ഒരു പുറത്തിൽ എഴുതുക, അരപ്പുറത്തിൽ എഴുതുക, 2 വരിയിൽ ഉത്തരം എഴുതുക എന്നൊക്കെ. അത് കൃത്യമായിട്ട് പാലിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് സമയം കിട്ടുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? അതുപോലെ തന്നെ ഏതെങ്കിലും 2 എണ്ണത്തിന് ഉത്തരം എഴുതാൻ പറഞ്ഞാൽ 2 എണ്ണത്തിന് മാത്രം ഉത്തരം എഴുതിയാൽ മതി. 3 എണ്ണം എഴുതി വെച്ചാൽ നിങ്ങൾക്ക് എക്സ്ട്രാ മാർക്കൊന്നും ആരും തരാൻ പോകുന്നില്ല. ഏതാണോ നിങ്ങൾക്ക് നന്നായിട്ട് അറിയുന്ന ക്വസ്റ്റ്യൻ ആ 2 എണ്ണം എഴുതുക, അല്ലാത്തവ സ്കിപ്പ് ചെയ്ത് പോവുക. സമയം വെറുതെ കളയുക. എല്ലാവരുടെ പേപ്പറിലും, മിക്കവാറും എല്ലാവരുടെ പേപ്പറിലും കാണുന്നുണ്ട് 2 എണ്ണത്തിന് എഴുതാൻ പറഞ്ഞാൽ 3 എണ്ണത്തിന് എഴുതി വയ്ക്കും. അവസാനം സമയം പോകും, എസ്സേ എഴുതാനുള്ള സമയം ഉണ്ടാവില്ല, മാർക്കും പോകും, എല്ലാം പോകും. പഠിക്കുന്ന കുട്ടികളായിരിക്കും ചിലപ്പോൾ ഇതൊക്കെ അവർ ശ്രദ്ധിക്കാതെ വിട്ടുപോകുന്ന കാര്യങ്ങളാണ്. പിന്നെ അതുപോലെ തന്നെ നല്ല മാർക്ക് സ്കോർ ചെയ്യാനോ അല്ലെങ്കിൽ സമയം ക്രമീകരിക്കാനൊക്കെ ആയിട്ട് നിങ്ങൾ പാലിക്കേണ്ട മറ്റൊരു കാര്യമാണ്, അറിയുന്നവ ആദ്യം എഴുതുക. നല്ല മാർക്കിൻ്റെ ചോദ്യങ്ങൾ, അതായത് 6 മാർക്കിൻ്റെ 7 മാർക്കിൻ്റെ ഒക്കെ ചോദ്യങ്ങൾ ആദ്യം എഴുതുക. പിന്നെ 4 മാർക്കിൻ്റെ, പിന്നെ 3 മാർക്കിൻ്റെ, അങ്ങനെയൊക്കെ, അല്ലെങ്കിൽ 2 മാർക്കിൻ്റെ 1 മാർക്കിൻ്റെ ആ രീതിയിൽ എഴുതി വന്നെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ടെൻഷൻ ഇല്ലാതെ എക്സാം അവസാനിപ്പിച്ചിട്ട് വരാൻ സാധിക്കും.
പിന്നെ നമുക്ക് മലയാളം എക്സാമിന് ഏറ്റവും അധികം വേണ്ടത് സ്പീഡാണ് അല്ലേ. നിറയെ എഴുതാനുണ്ടാകും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, മാക്സിമം സ്പീഡിൽ എഴുതുക. നമ്മൾ അവസാനം പേപ്പർ കൊടുക്കാറാകുന്ന ഒരു സമയത്ത് ഒരു സ്പീഡിൽ നമ്മൾ എപ്പോഴും എക്സാം എഴുതാറുണ്ട്. ടീച്ചേഴ്സൊക്കെ വന്ന് പേപ്പർ പിടിച്ച് വലിച്ചാലും ചില കുട്ടികളൊന്നും പേപ്പർ തരാത്ത അവസ്ഥ അല്ലേ. അപ്പം അങ്ങനെ വരാൻ പാടില്ല. നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം തുടക്കത്തിൽ തന്നെ നല്ല സ്പീഡിൽ എഴുതിയാൽ അവസാനം നിങ്ങൾക്ക് റിലാക്സ് ചെയ്തിട്ട് എഴുതേണ്ട ഒരു സമയം കിട്ടും. അപ്പോൾ അത് പാലിക്കുക. പിന്നെ എസ്സി ഒക്കെ എഴുതുന്ന സമയത്ത് തലക്കെട്ടൊക്കെ കൊടുത്ത് പാരഗ്രാഫുകളൊക്കെ തിരിച്ച് മനോഹരമായിട്ട് എഴുതാൻ ശ്രമിക്കുക. പിന്നെ ചില കുട്ടികളുടെ പേപ്പറിൽ കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ്, നമ്മൾ തന്നിരിക്കുന്ന പാഠഭാഗം കഥയാണോ എന്നറിയില്ല, കവിതയാണോ എന്നറിയില്ല. അപ്പോൾ അവരെന്ത് ചെയ്യും, കഥയെ കൊണ്ട് കവിത എന്ന് എഴുതും, കവിതയെ കൊണ്ട് ലേഖനം എന്ന് എഴുതി വയ്ക്കും. അപ്പോൾ അങ്ങനെ പാടില്ല. കൃത്യമായിട്ട് അത് കഥയാണോ കവിതയാണോ ലേഖനമാണോ എന്ന് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഒന്നില്ലെങ്കിൽ പാഠഭാഗം എന്ന് എഴുതി വയ്ക്കുക, അല്ലെങ്കിൽ കൃതി എന്ന് എഴുതി വയ്ക്കുക. ഇന്ന പാഠഭാഗത്ത് അല്ലെങ്കിൽ ഇന്ന കൃതിയിൽ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് എഴുതി വയ്ക്കുക. അല്ലാതെ അത് മെൻഷൻ ചെയ്യാനായിട്ട് പോകരുത്. പിന്നെ ഓരോ ക്വസ്റ്റ്യൻ എഴുതി കഴിയുമ്പോഴും അത് ടിക്കിട്ട് പോവുക ക്വസ്റ്റ്യൻ പേപ്പറിൽ. അപ്പോൾ നിങ്ങൾക്ക് അവസാനം മനസ്സിലാവും ഏതൊക്കെ എഴുതിയിട്ടുണ്ട് ഏതൊക്കെ എഴുതിയിട്ടില്ല എന്നുള്ള കാര്യം വ്യക്തമാകാൻ സാധിക്കും. പിന്നെ ഒരു ചോദ്യവും നിങ്ങൾ വിട്ടു പോകരുത് എന്നുള്ളതാണ്. എന്നും വെച്ചിട്ട് 2 എഴുതേണ്ട അവിടെ 3 എഴുതി വെക്കലല്ല പറയുന്നത്, മറിച്ച് എഴുതേണ്ട ചോദ്യങ്ങളൊന്നും വിട്ടു പോകരുത്. ആ ചോദ്യം നിങ്ങൾക്ക് ഒന്നും അറിയില്ലെങ്കിൽ ആ പാഠഭാഗവുമായി ബന്ധപ്പെട്ട കഥയെങ്കിലും എഴുതി വെക്കുക. ചിലർ പറയണ്ടേ, ഒരുപാട് പേപ്പറൊക്കെ ഞാൻ വാങ്ങിച്ച് എഴുതിയിരിച്ചത് പക്ഷേ എനിക്ക് മാർക്കില്ല. പക്ഷെ കുറച്ച് പേപ്പർ വാങ്ങിച്ചാൽ എഴുതിയ ആൾക്കാർക്ക് മാർക്കുണ്ടെന്ന്. അവർക്കറിയാം കൃത്യമായിട്ട് എത്ര എഴുതണം എങ്ങനെ എഴുതണം എന്നുള്ള കാര്യം. പേപ്പറിലല്ല കാര്യം. പക്ഷേ പേപ്പർ വാങ്ങിക്കണമില്ല എന്നുള്ളതല്ല, പക്ഷെ അതിൽ എന്തെങ്കിലും കണ്ടന്റ് ഉണ്ടെങ്കിൽ മാത്രമേ ടീച്ചേഴ്സിന് മാർക്ക് ഇടാൻ പറ്റുള്ളൂ അല്ലേ. അപ്പോൾ കൃത്യമായിട്ട് അതും നോക്കണം. പിന്നെ മലയാളം പരീക്ഷയാണ്. നമുക്ക് കൃത്യമായിട്ട് നല്ല ഭാഷ ഉപയോഗിച്ചിട്ട് വേണം മലയാളം പരീക്ഷ എഴുതാനല്ലേ. ചില കുട്ടികളൊക്കെ അവർ സംസാരിക്കുന്ന ഭാഷ, അതായത് പ്രാദേശികമായിട്ട് അവർ ഉപയോഗിക്കുന്ന ഭാഷകൾ ചിലപ്പോൾ ഉപയോഗിച്ചെന്ന് വരും. പക്ഷെ അതൊക്കെ ഒഴിവാക്കിക്കൊണ്ട് നല്ല ഭാഷയിൽ മലയാളം എക്സാം എഴുതാൻ ശ്രമിച്ചാൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. വളരെ ആത്മാർത്ഥതയോടുകൂടി തന്നെയാണ് പറയുന്നത്. നിങ്ങളെല്ലാവരും നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് പഠിച്ച് എക്സാം എഴുതുക, നല്ല മാർക്ക് കിട്ടട്ടെ. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്.